ഇപ്പോൾ എവിടെ നോക്കിയാലും ഫുള്ള് ഡീലുകളുടെ ബഹളമാണ്. ഇതേ ആമസോൺ നോക്കിയാൽ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ പ്രൈം ഡേ സെയിൽ. ഇനി ഫ്ലിപ്കാർട്ട് നോക്കിയാലോ 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഗോഡ് സെയിൽ. പിന്നെ ലൈറ്റ്നിങ് ഡീല്, മറ്റേ ഡീല്, മറിച്ച ഡീൽ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഡീലുകൾ. ഇവരെ വെല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ആളുകളും ഇതുപോലെ കുറേ ഓഫറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരം പരിപാടി തന്നെ പറ്റിക്കൽസ്. എങ്ങനെ എല്ലാത്തിനും ഒരു 2-3 ആഴ്ച മുന്നേ അങ്ങോട്ട് റേറ്റ് നന്നായിട്ട് കയറ്റി വയ്ക്കും, ഡീലിൻ്റെ സമയത്ത് കുറച്ച് തരും. ഇനി മറ്റു ചിലരാണെങ്കിലോ അവർ ആ MRP എഴുതി വയ്ക്കും, ആ MRPയിൽ നിന്നും 60% ഓഫർ തരും. MRP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു പറ്റിക്കൽ പ്രൈസാണ്. നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്ന നമ്മൾ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ ഒരു MRP ആണ്. നമ്മുടെ വീടിനടുത്തുള്ള കടകളിൽ പോയാൽ ശ്രദ്ധിച്ചറിയാം, അതിൽ 12 രൂപ 45 പൈസ എന്നൊരു പ്രൊഡക്റ്റിന് വില എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 12 രൂപ 45 പൈസയും ആ ഒരു കടക്കാരൻ വാങ്ങും. എന്നാൽ ഓൺലൈനിലാണെങ്കിലോ നമുക്ക് അപ്പോൾ ഒരു 11 രൂപ 50 പൈസയ്ക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ചെറിയ ലാഭം എവിടെ കിട്ടും അവിടെ പോകും. MRP എന്ന് പറയുന്നത് ശരിക്കും അത് വിൽക്കാനുള്ള പ്രൈസ് അല്ല, പക്ഷെ നമ്മളത് പരമാവധി ആ പ്രൈസിനാണ് വിൽക്കേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു വിറ്റിരുന്നത്. അതുകൊണ്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതുപോലെ കുതിച്ചു വാങ്ങിയത്. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വമ്പൻ പറ്റിക്കൽസാണ് നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റിക്കപ്പെടാതിരിക്കാം. അതിനുള്ള വഴിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുൻപ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് BuyHK എന്ന് പറയുന്നൊരു ആഡ് ഓൺ. നമ്മുടെ ഗൂഗിൾ ക്രോമിൽ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ ആണ്. ഇതുവരെയുള്ള നമ്മുടെ ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലെയും മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മുടെ മൊത്തത്തിലുള്ള പർച്ചേസ് അത് എത്രയാണ് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഓരോ പ്രൊഡക്റ്റുകളുടെയും വിലയൊക്കെ നോക്കിയിട്ടും നമുക്ക് നഷ്ടം ഒന്നും കയ്യിൽ നിന്ന് വരാതെയും രീതിയിൽ പല പ്രൊഡക്റ്റുകളും വാങ്ങാൻ നമ്മളെ ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിതിനി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഇത് ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്ന സമയത്ത് ഇവിടെ ആഡ് ടു ക്രോം എന്ന് ചെറിയൊരു നീല ബട്ടൺ കാണാം, ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുക. അടുത്തായിട്ട് വരുന്ന പോപ്പപ്പ് ബോക്സിൽ നമ്മൾ ആഡ് എക്സ്റ്റൻഷൻ എന്നത് പ്രസ് ചെയ്യുക. ഇപ്പോൾ എക്സ്റ്റൻഷൻ ആഡ് ആയി കഴിഞ്ഞു. ഇനി വരുന്ന സ്ക്രീനിൽ നമ്മൾ സ്പെൻഡ് ലെൻസ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ ഇങ്ങനെ നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പേരും അതിൻ്റെ ലോഗോസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആമസോണിൽ നമ്മൾ ഇതുവരെയും എത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, അതായത് നമ്മുടെ ആമസോൺ ഫസ്റ്റ് യൂസ് തൊട്ട് ഇന്ന് വരെ എത്ര നമ്മൾ ആമസോണിന് പേ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് ആ ഒരു ആമസോൺ എന്ന ഐക്കൺ സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ ഗോ ടു ആമസോൺ എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ആമസോൺ ലോഗിൻ ആണെങ്കിൽ നേരെ ഓർഡർ സെക്ഷനിൽ വരും, അല്ലെങ്കിൽ നമ്മളൊന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ലോഗിൻ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ സെക്ഷനിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആമസോണിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു ബ്ലൂ ബാർ കാണാൻ സാധിക്കും. ഇവിടെ സ്പെൻഡ് ലെൻസ് എന്നുണ്ട്. ആ ഒരു സ്പെൻഡ് ലെൻസ് എന്നത് സെലക്ട് ചെയ്തിട്ട് അനലൈസ് നൗ എന്നത് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആമസോണിലെ ഓർഡറുകളൊക്കെ ഇതുപോലെ അവർ കൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നോക്കിയേ, ഞാൻ 14,80,792 രൂപ ഇന്ന് വരെയും ആമസോണിന് പേ ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ആമസോണിൽ മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ട്, അതുപോലെ സാധനങ്ങൾ വാങ്ങാറുണ്ട്, KCBയുടെ ബില്ല് അടയ്ക്കാറുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഓരോ വർഷവും എത്ര രൂപ അല്ലെങ്കിൽ ഓരോ മാസവും എത്ര രൂപ ആമസോണിന് സ്പെൻഡ് ചെയ്തു എന്നൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രാഫ് അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കും. അത് നമുക്ക് 6 മാസം, അതുപോലെ 1 വർഷം, 5 വർഷം അല്ലെങ്കിൽ മാക്സിമം എന്ന രീതിയിൽ ഇവിടെ സോർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ 2016 തൊട്ടൊക്കെ ഞാൻ ആമസോൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊട്ടാണ് ആമസോൺ ഉപയോഗിച്ചതെന്നും കൂടി ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. 3791 രൂപയാണ് ഞാൻ അന്ന് സ്പെൻഡ് ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിന് താഴെയായിട്ട് നമ്മൾ പല കാറ്റഗറികളിലായിട്ട്, ഇപ്പോൾ മൊബൈൽ വാങ്ങാൻ, അല്ലെങ്കിൽ റീചാർജിന്, LICയുടെ ബില്ല്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കാറ്റഗറി ആയിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതുപോലെ മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഇതുവരെയും സ്പെൻഡ് ചെയ്തിരിക്കുന്ന എത്ര രൂപയാണെന്ന് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇനി ആവശ്യമെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകളല്ലാണ്ട് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനും സാധിക്കും. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ നോക്കുന്നത് ആദ്യം ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽ അവർ ഓഫറുകൾ റിവീൽ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അതിലാണ് ഒരെണ്ണം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാം, ന്യൂട്രോജന ഹൈഡ്രോ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അത് 1190 രൂപ വിലയുള്ളത് 683 രൂപയ്ക്ക് ഈ പ്രൈം ഡേ സെയിലിൽ അവർ തരുമെന്നാണ് പറയുന്നത്. നിലവിൽ നമുക്ക് ഇതിന് എത്ര രൂപയുണ്ടെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ സെർച്ച് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 749 രൂപയ്ക്കാണ് ആമസോൺ നിലവിൽ അത് വിൽക്കുന്നത്. അതിൻ്റെ MRP അവിടെ കൊടുത്തേക്കണം 1150 എന്നാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് പേജ് എടുത്തിട്ട് വലത് സൈഡിൽ നമ്മുടെ BuyHKയുടെ ആ ഒരു ഷോർട്ട് കട്ട് ബാറിൽ നമ്മൾ പ്രൈസ് ഹിസ്റ്ററി എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇത്തരത്തിലൊരു ഗ്രാഫ് സഹിതം നമുക്ക് കുറേ ഡീറ്റെയിൽസ് കാണിച്ചു തരും. ആ ഒരു ഗ്രാഫിൽ 1 മാസം, 3 മാസം, 6 മാസം, 1 വർഷം എന്നിങ്ങനെ പല കാലയളവിൽ ഇതിനുണ്ടായിരുന്ന പ്രൈസ് എത്രയാണെന്ന്
കൃത്യമായിട്ട് ഗ്രാഫ് സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിയാൽ അറിയാൻ വേണ്ട. ഇനി നോക്കിയോ, അതെ തട്ടിപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ 5-ാം തീയതി, അതായത് ജൂലൈ മാസം 5-ാം തീയതി ഇത് വിറ്റിരിക്കുന്നത് 674 രൂപയ്ക്കാണ്. അവിടെ പ്രൈസ് ഗ്രാഫിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട് അല്ലേ. പക്ഷേ ഇന്ന് റേറ്റ് 749 രൂപയാണ്. അപ്പോൾ റേറ്റ് അവർ കൂട്ടിയിട്ടു. ഇനി ഇതിന് ശേഷം ഓഫർ ടൈമിൽ അവർ കുറച്ച് കൊടുക്കും. അപ്പോഴും എത്ര രൂപയാണ് കൂടുതൽ? 683 രൂപയ്ക്ക് കൊടുക്കുന്നത്. 74-ന് മുമ്പ് വിറ്റേക്കണം. 9 രൂപ അപ്പോഴും കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ഈ ഒരു ഗ്രാഫ് ഉപയോഗിക്കാം. ഇനി അവിടെ മറ്റ് ചില ഫീച്ചേഴ്സും കൂടി ഉണ്ട്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് പ്രൈസ് ഡ്രോപ്പ് എത്ര ശതമാനം ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ടെന്ന് അറിയാൻ സാധിക്കും. അത് ഇപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ 1 മാസത്തിനുള്ളിലൊക്കെ എത്ര മാസം പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ താഴെയായിട്ട് ഹയസ്റ്റ് പ്രൈസും ആവറേജ് പ്രൈസും ലോവസ്റ്റ് പ്രൈസൊക്കെ ഇതുപോലെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റിന് ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രൈസ് ഉണ്ടായിരുന്ന എത്രയാണ്, എത്ര വരെ അവർ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഒരു അടിപൊളി ഫീച്ചറും കൂടി ഇതിലുണ്ട്. അതായത് താഴെയായിട്ട് സെറ്റ് പ്രൈസ് ഡ്രോപ്പ് അലർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയായാൽ വാങ്ങും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രൈസിനാണെങ്കിൽ ഇത് വാങ്ങുന്നുള്ളൂ എന്ന് നമുക്ക് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇമെയിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വേഗം പോയി വാങ്ങാം. അത് നല്ലൊരു അടിപൊളി ഫീച്ചറാണ്. തീർന്നല്ല, നമുക്ക് ലാഭകരമായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചർ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഇതേ ഫ്ലിപ്കാർട്ടിൽ എടുത്ത് വെച്ചേക്കാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് 448 രൂപ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ നമുക്ക് ഇതുപോലെ പ്രൈസ് ഹിസ്റ്ററി കാണാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇതേ മുകളിൽ ടൈറ്റിൽ ബാർ നോക്കി അവിടെ പറയുകയാണ് ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റ് 297 രൂപ കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 458 കൊടുത്ത് ഇത് വാങ്ങിയാണ് അല്ലേ. നേരെ നമുക്ക് ആമസോണിൽ ആ ബൈ നൗ അമർത്തിയിട്ട് പോയിട്ട് വാങ്ങാൻ സാധിക്കും. അത് മാത്രമല്ല അവിടെ 23 മോർ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരേ സമയം ഒരു പ്രൊഡക്റ്റ് ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ ഏതെല്ലാം പ്രൈസിന് കിട്ടുമെന്ന് കൂടി നമുക്ക് ഇതുപോലെ കാണിച്ചു തരും. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വാങ്ങാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ അതേ രൂപത്തിൽ തന്നെയുള്ള മറ്റ് പല ബ്രാൻഡുകളുടെയൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം അല്ലേ. അപ്പോൾ അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു ഓപ്ഷനാണ് ലുക്ക് ലൈക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ഷർട്ട് നോക്കിയാണ്. ഈ ഒരു സമയത്ത് ഇതേ പാറ്റേണിൽ അല്ലെങ്കിൽ ഇതേ ഡിസൈനിലുള്ള മറ്റൊരു ഷർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയണം. ഞാനിവിടെ റൈറ്റ് സൈഡിൽ ആ ഒരു ബാറിൽ ലുക്ക് ലൈക്ക് എന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതേ നോക്കിയേ അതിനോട് മാച്ചിങ് ആയിട്ട് പല പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ഷർട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഒരേ സമയം നമുക്ക് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ളതുണ്ടെങ്കിൽ എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. ഈ ഒരു ആഡോണിൽ മറ്റൊരു അടിപൊളി ഫീച്ചറാണ് ഓട്ടോ കൂപ്പൺ അപ്ലൈ. നമ്മളൊരു സൈറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ പേയ്മെൻറ്റ് നടത്തുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് നേടിത്തരുന്ന ഒരു കൂപ്പൺ ഇത് സ്വയം നമുക്ക് അപ്ലൈ ചെയ്ത് തരും. അത്തരത്തിൽ നമുക്ക് നല്ല അടിപൊളി ഡിസ്കൗണ്ട് ഇതിലൂടെ നേടാൻ സാധിക്കും. ഇനി മറ്റു ഗുണം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ആഡോൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇതിൽ റെഫർ ആൻഡ് ഏൺ എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിക്കായിട്ട് ഒരു ലിങ്ക് കിട്ടും. അപ്പോൾ അത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയോ വാട്സാപ്പിലൂടെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം. അവർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബൈഹഡ്കെ എന്ന് പറയുന്ന ഈ ഒരു ആഡോൺ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് ഉപയോഗിച്ചിട്ട് ആമസോണിലെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെയൊക്കെ അവരുടെ ഇതുവരെയുള്ള സ്പെൻഡിങ് ഒന്ന് അനലൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവസാന ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ 100 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ തരും. ഇനി അവർ ലാസ്റ്റ് ഇയറിൽ 3 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 300 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ കഴിയും. പിന്നെ 15 ദിവസമെങ്കിലും ഈ ഒരു ആഡ് ഓൺ അവരുടെ ആ ഒരു ബ്രൗസറിൽ അവർ ആഡ് ചെയ്തിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു 300 രൂപ ലഭിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആഡ് ഓൺ ആണ്. അതുപോലെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ഇത് എപ്പോഴും നമ്മുടെ ബ്രൗസറിൽ നല്ലതാണ്. ഞാൻ എന്തായാലും കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ, കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിനേക്കാൾ കുറവ് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് കാണിച്ചു തരും. പിന്നെ ആ ഒരു ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റുന്നു പ്രൈസിൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഫീച്ചറാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആഡ് ഓൺ ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പലതുണ്ടാവും. നിങ്ങൾ സേവ് ചെയ്ത തുക എത്രയാണെന്നൊക്കെ പറയാനുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഇതുവരെയുള്ള ആമസോണിലെ സ്പെൻഡിങ് എത്രയാണ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ സ്പെൻഡിങ് എത്രയാണ്, അതൊന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ട് ഇട്ടേക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.